ഹലോ ഓൾ ആൻഡ് വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. അപ്പം ഇന്നത്തെ കരിയർ ടോക്സ് നമ്മോടൊപ്പം ഉള്ളത് ജോബിനാണ്. ജോബിൻ, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. ഓക്കെ, താങ്ക് യു. ഓക്കെ ജോബിൻ ഏത് കോഴ്സാണ് അവോധ ചെയ്തിരുന്നേ? ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ്. അപ്പം ജോബിൻ ഇപ്പൊ കറന്റ് എന്ത് ചെയ്യാ? അഡ്സിഫൈ എന്ന് പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യാണ്. ഇന്റേൺഷിപ്പ് ചെയ്യാണ്. ഓക്കെ. എങ്ങനെ വർക്ക് ഫ്രം ഹോം ആയിരുന്നോ? വർക്ക് ഫ്രം ഹോം. വർക്ക് ഫ്രം ഹോം ആണ്. ഓക്കെ. അപ്പോ എങ്ങനെ ഈ കോഴ്സ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് എന്നൊരു കോഴ്സിനെ പറ്റി ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ എങ്ങനെ അവോധയെ പറ്റി അറിഞ്ഞേ? ആ ഒരു ജേണി പറയാമോ? അവോധയിലേക്ക് വന്നൊരു ജേണി എങ്ങനെയാന്ന് പറയാമോ? അവോധയെ പറ്റി ജേണി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എൻ്റെ ഒരു കൂട്ടുകാരൻ ഈ യൂട്യൂബിലൊക്കെ മാഷപ്പ് ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടുകാരനുണ്ട്. അപ്പൊ അവൻ ഇതേപോലെ ഒരു ദിവസം സ്റ്റാറ്റസ് ഇട്ടിരുന്നു. അവോധയില് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടൊരു സ്റ്റാറ്റസ് പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. അപ്പം അത് കണ്ടപ്പോഴും ഞാൻ അവോധയിൽ ഡയറക്റ്റ് വിളിച്ചു. അത് ഒരു വർഷം മുമ്പേ വിളിച്ച് ഞാൻ പിന്നെ ആ കാര്യം അങ്ങ് വിട്ടതാ. പിന്നെ വീണ്ടും ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് അതിന്റെ ക്രൈസ് വന്നത് ഒരു ബേസിക് ആയിട്ട് പഠിക്കണമെന്ന് പറഞ്ഞ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് വീണ്ടും ഞാൻ അവോധയിലോട്ട് വിളിക്കുന്നത്. അങ്ങനെ വീണ്ടും വിളിച്ച് ഓൺലൈൻ വഴി ക്യാഷ് ഒക്കെ ഇത് 2800 രൂപ അടച്ച് ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്തു. പിന്നെ എല്ലാം പ്രീ റെക്കോർഡ് ക്ലാസ്സുകളായിരുന്നു. പ്രീ റെക്കോർഡ് ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്ത് എനിക്കത് 3 മാസത്തെ ക്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 3 മാസത്തെ ക്ലാസ് എനിക്ക് 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും അതെനിക്ക് ടെക്നിക്കൽ ഇഷ്യൂ വന്നതുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത്. കൊറോണ ടൈമില് അങ്ങനത്തെ ഒരു ടൈമായിരുന്നു. അപ്പം കൊറോണ ടൈമിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എനിക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാന്നുള്ളതായിരുന്നു. ജോലിയായിരുന്നാലും ബാക്കി എല്ലാ കാര്യങ്ങളും വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാന്നുള്ളതായിരുന്നു ഓപ്ഷൻ. അങ്ങനെ അവോധ ചൂസ് ചെയ്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടി. അപ്പം നേരത്തെ ഗ്രാഫിക് ഡിസൈൻ എന്നൊരു കോഴ്സിൽ പാഷൻ ഉണ്ടായിരുന്നല്ലേ, എഡിറ്റിംഗ് ഫീൽഡിൽ? ഗ്രാഫിക് ഡിസൈനേക്കാളും വീഡിയോ എഡിറ്റിംഗ് എന്നുള്ളൊരു സംഭവമായിരുന്നു പാഷനായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ അവോധയിൽ വന്നതിന് ശേഷമാണ് ഗ്രാഫിക് ഡിസൈനിങ് എന്നുള്ള ഒരു സംഭവം കൂടെ ഉള്ളിലോട്ട് വന്നത്. പിന്നെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ക്ലാസ്സുകളെല്ലാം നല്ല ക്ലാസ്സുകളായിരുന്നു. 2-3 ഫാക്കൽറ്റീസ് ഉണ്ടായെന്ന് തോന്നുന്നു പ്രീ റെക്കോർഡ് ക്ലാസ്സുകളിൽ. അപ്പൊ അതിലെല്ലാം നല്ല ഫാക്കൽറ്റീസ് ആയിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോഷോപ്പ് ആയിരുന്നാലും ഇല്ലുസ്ട്രേറ്റർ ആയിരുന്നാലും എല്ലാ കാര്യങ്ങളും. ഓക്കെ. അപ്പൊ ക്ലാസിന്റെ ഇടയ്ക്ക് ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും വരാറുണ്ടായിരുന്നോ? ഡൗട്ട് വരുമ്പോൾ അതിനകത്ത് ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ വിളിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? ഹെൽപ്പിന് ഉള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് തന്നെ ഉണ്ടല്ലോ, വെബ്സൈറ്റിനകത്ത് തന്നെ ഉണ്ടല്ലോ. ഓക്കെ. അപ്പം ഡൗട്ട് കറക്റ്റ് ടൈമിൽ അവർ ക്ലിയർ ചെയ്ത് തന്നില്ലായിരുന്നു? അതെ. അത് മാക്സിമം ഡൗട്ട് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടെ കാണുമ്പോഴത്തേക്കും ക്ലിയർ ആവും ഡൗട്ട്. ആ രീതിയിലാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ. അപ്പം ആദ്യം പറഞ്ഞു അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ 2800 എന്നൊരു ഫീസ് സ്ട്രക്ചർ കേട്ടതായിട്ട് പറഞ്ഞു. അപ്പൊ എന്താ തോന്നിയിരുന്നത് 2800-ന് ഗ്രാഫിക് ഡിസൈൻ ആൻഡ് വീഡിയോ എഡിറ്റിംഗ് എന്നൊരു കോഴ്സ് ചെയ്ത ആദ്യം അത് വെർത്തായിരിക്കും തോന്നിയിരുന്നോ? അതാ ഞാൻ സിലബസ് ആദ്യം നോക്കിയായിരുന്നു. അതിനകത്ത് എന്തൊക്കെയാണ് കോഴ്സിൽ ഏതൊക്കെ സോഫ്റ്റ്വെയറുകളൊക്കെയാണ് പഠിപ്പിക്കുന്നത് നോക്കിയത്. അപ്പൊ നോക്കിയപ്പോഴേ മുമ്പൊക്കെ പഠിച്ചിട്ടുള്ളവര് പലരും പറഞ്ഞിട്ടുള്ളത് 5000 രൂപയൊക്കെ ആയിട്ടുണ്ട്. ഇത് ഫോട്ടോഷോപ്പ് ഒക്കെ മാത്രം പഠിക്കാൻ തന്നെ 5000 രൂപയൊക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് മുമ്പുള്ളത്. അപ്പൊ എന്തുകൊണ്ട് നന്നായിരിക്കും തോന്നി. പിന്നെ പോയാലും 2800 രൂപയല്ലേ എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്തതാണ്. അപ്പൊ എന്തായാലും ഗുണമായി. ഇപ്പൊ ഒരു സർട്ടിഫിക്കറ്റ് ആയല്ലോ, ഗ്രാഫിക് ഡിസൈനർ എന്നും വീഡിയോ എഡിറ്റർ എന്നൊക്കെ പറയാമല്ലോ. അപ്പം ചെയ്തത് എന്തായാലും വർത്തായിരുന്നു അല്ലേ? അതെ. ഓക്കെ. അപ്പം അവോധ ചൂസ് ചെയ്യാതിരിക്കുന്ന ഒരുപാട് ന്യൂ കമേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈൻ ആൻഡ് വീഡിയോ എഡിറ്റിംഗ് എന്നൊരു കോഴ്സ് അവോധയിൽ പഠിക്കാതിരിക്കുന്ന ഒരുപാട് ന്യൂ കമേഴ്സ് ഉണ്ട്. അവരോട് എന്താ പറയാനുള്ള? അവർക്ക് വേണ്ടി അവോധ സജസ്റ്റ് ചെയ്യുന്നുണ്ടോ? അവർക്ക് വേണ്ടി അവോധ സജസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അത് പാഷൻ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പഠിച്ചത് ഇതിൽ അവോധയിൽ എത്ര കോഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. പക്ഷെ ഈ ഗ്രാഫിക് ഡിസൈനിങ് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അത്രയ്ക്ക് പാഷൻ ഉണ്ട്. സമയമെടുത്ത് പതുക്കെ പാഷനോടെ പേഷ്യൻസോടെ ചെയ്യാൻ പറ്റുമെന്ന് മാത്രം ഉണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്ത് എന്തുകൊണ്ട് നന്നായിരിക്കും. ചെറിയൊരു എഫേർട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് എടുക്കുമെങ്കിൽ അവോധയും കൂടെ ഹെൽപ്പ് ചെയ്ത് അത് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഒരു തുടക്കം എന്നുള്ള നിലയിൽ ക്ലാസ്സിൽ ബേസിക്സ് തൊട്ട് തന്നെ പഠിപ്പിക്കുന്നില്ലേ? അപ്പം ജോബിന് ഇന്റേൺഷിപ്പിലേക്ക് വരുന്നതിന് മുമ്പേ ജാപ്പ് അറ്റൻഡ് ചെയ്തില്ലായിരുന്നു? ജാപ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജാപ്പിന്റെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ജാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയുള്ള ഇതിനേക്കാളും കുറച്ചുകൂടി നന്നായിരുന്നു. നമ്മള് 1-2 തവണ മാത്രമാണ് എനിക്ക് എൻക്വയറി ചെയ്യേണ്ടി വന്നതും ഡൗട്ട് അറ്റൻഡ് ചെയ്യേണ്ടി വന്നത്. അപ്പം ജാപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നമ്മൾ ജോബ് ആക്സിലറേഷൻ പ്രോഗ്രാം അല്ലേ, അങ്ങനെ എന്തോ ഇല്ലേ ജാപ്പ്? ജോബ് ആക്സിലറേഷൻ പ്രോഗ്രാം.
അതെ 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 അതെ. അപ്പം അതില് വരുന്ന ഗ്യാപ്പ് ഹിന്ദി എന്നുള്ള ഒരു ഇതിലാണ് എനിക്ക് വന്നത്. ആ ഫുള്ള് ഇംഗ്ലീഷിലായിരുന്നു നമുക്ക് സംസാരം. അപ്പൊ നമ്മള് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണ ഒരു കമ്പനിയിൽ കയറുന്നതിന് മുമ്പ് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരുന്നുണ്ട്. മാത്രമല്ല ആദ്യമൊക്കെ ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിക്കുമ്പം കുറച്ചുകൂടെ ഒക്കെ നമുക്ക് എളുപ്പമുണ്ട് മറ്റുള്ളവരായിട്ടൊക്കെ മിങ്കിൾ ചെയ്യാനും സംസാരിക്കാനും ഒരു തുടക്കം എന്നുള്ള നിലയില് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും എങ്ങനെ ഒരു ഇന്റർവ്യൂ ക്രാക്ക് കോൺഫിഡൻസ് ചെയ്യാന്നുള്ളത്. വരും. കോൺഫിഡൻസ് അവരെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഇംഗ്ലീഷിലായിരുന്നു, നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ട്യൂട്ടർ ആയിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. ട്യൂട്ടർ അപ്പം ആയിരുന്നു. ഓക്കെ, ഇത്രയും ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിൽ താങ്ക്സ് ഉണ്ട്. ഓക്കെ, ഓക്കെ ഓക്കെ താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ കരിയർ ടോക്സ്.